പ്രിയപ്പെട്ടവരെ, ഏറെ സന്തോഷത്തോടു കൂടി അറിയിക്കട്ടെ, എൻ്റെ 10ാമത്തെ കൃതി ബലിപഥം എന്ന നോവൽ നിങ്ങളിലേക്ക് എത്തിക്കാനായി തയ്യാറായിട്ടുണ്ട്. മാതൃഭൂമി ബുക്സ് പുറത്തിറക്കുന്ന ബലിപഥം എന്ന എൻ്റെ ഈ നോവൽ മഹാബലിയുടെ യഥാർത്ഥ കഥ പറയുന്ന നോവലാണ്. ഇത് ഞാൻ എഴുതുമ്പോൾ എനിക്കുണ്ടായ സംതൃപ്തിയും ചാരിതാർത്ഥ്യവും ഇത് വായിക്കുന്ന നിങ്ങൾക്കും ഉണ്ടാകും എന്ന പ്രതീക്ഷ എനിക്കുണ്ട്. 520 പരം പേജുള്ള ഈ പുസ്തകത്തിന്റെ പുറംചട്ട ഏറെ വ്യത്യസ്തമായ രീതിയിലാണ്. ഇതിന്റെ വില ഇട്ടിരിക്കുന്നത് 660 രൂപയാണ്. നിങ്ങൾ എൻ്റെ വീട്ടിൽ ഒക്ടോബർ 2-ാം തീയതി വരികയാണെങ്കിൽ 10 മണി മുതൽ ഏകദേശം 5 മണി വരെ ഞാൻ അവിടെ ഉണ്ടാകും. ഗാന്ധി ജയന്തിയുടെ അന്ന് തിരുവനന്തപുരത്തെ വഴുതക്കാട്ടുള്ള ഈശ്വരവിലാസം റോഡിലെ EVRA 435 എന്ന നമ്പറുള്ള വീട് നിങ്ങൾക്കായിട്ട് ഞാൻ തുറന്നിടും. നിങ്ങൾക്ക് ഈ പുസ്തകം ഞാൻ എൻ്റെ കയ്യൊപ്പോടുകൂടി 600 രൂപയ്ക്ക് 60 രൂപ കുറച്ച് തരുന്നതാണ്. ഒക്ടോബർ 6-ാം തീയതി എറണാകുളത്തുള്ള കടവന്ത്ര ഗാന്ധിനഗറിലുള്ള കേന്ദ്രീയ വിദ്യാലയ സ്കൂളിന്റെ നേരെ ഓപ്പോസിറ്റുള്ള സൂര്യ എൻക്ലേവ് എന്ന അപ്പാർട്ട്മെന്റിന്റെ 11D അവിടെ എത്തിയാൽ വൈകിട്ട് 5 മണി മുതൽ രാത്രി 9 മണി വരെ എൻ്റെ എറണാകുളത്തുള്ള സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും എൻ്റെ കയ്യൊപ്പോടുകൂടി ഞാൻ 600 രൂപയ്ക്ക് ഈ പുസ്തകം നൽകുന്നതായിരിക്കും. മറ്റുള്ള എൻ്റെ സുഹൃത്തുക്കൾക്ക് ഒരു വാട്സാപ്പ് നമ്പർ ഞങ്ങൾക്ക് ഈ പുസ്തകം വേണം എന്ന് പറഞ്ഞ് നിങ്ങളുടെ അഡ്രസ്സ് സഹിതം എനിക്ക് അയക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ആ പുസ്തകം എത്തിച്ചു തരാം. അതിന് ഞാൻ ഇന്ത്യക്ക് അകത്താണെങ്കിൽ പ്രത്യേകമായിട്ട് തപാൽ ചാർജ് ഈടാക്കണ്ട എന്ന് തീരുമാനിച്ചു. 660 രൂപയും അയച്ചു തരികയാണെങ്കിൽ നിങ്ങളുടെ അഡ്രസ്സിലേക്ക് ഞാൻ ഈ പുസ്തകം പോസ്റ്റ് ചെയ്യാം. 8921819884 എന്ന നമ്പറാണ്. പുസ്തകം വേണം എന്നുള്ളവർ ഈ 3 വിധത്തിലും എന്നെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പുസ്തകം ലഭിക്കും. എൻ്റെ കയ്യിൽ ഇപ്പോൾ തൽക്കാലം 500 കോപ്പിയേ ഉള്ളൂ. തപാൽ വഴിയാണ് അയക്കുന്നത് എന്നുണ്ടെങ്കിലും എൻ്റെ കയ്യൊപ്പ് വേണം എന്നുള്ളവർ ദയവ് ചെയ്ത് അത് അറിയിച്ചാൽ ഞാൻ ഒപ്പിട്ട കോപ്പി തന്നെ ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത്. പക്ഷെ എന്നാലും ഫുൾ എമൗണ്ട് എനിക്ക് എടുക്കേണ്ടി വരും. കാരണം തപാൽ ചാർജ് തന്നെ ഏകദേശം 100 രൂപ ആകും. എനിക്ക് വീണ്ടും സഹായവും സപ്പോർട്ടും സ്നേഹവും ഒക്കെ നൽകുമെന്ന പ്രതീക്ഷയോടുകൂടി അങ്ങോട്ടും ഒരുപാട് സ്നേഹത്തോടു കൂടി ഞാൻ നിർത്തുകയാണ്.